കോടതിയിൽ നിന്ന് അമ്മേൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ദൂരെ നിന്ന് ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു അച്ഛൻ. കയ്യിലൊരു സിഗരറ്റ് ഉണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് അത് താഴെ ഇട്ടു. ബൂട്ട് കൊണ്ട് കെടുത്തി. എന്നെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. അമ്മ കരയുന്നുണ്ടായിരുന്നു. അന്ന് അമ്മയോട് സംസാരിച്ച കൗൺസിലർ പറഞ്ഞത് നമ്മൾ ദുഃഖങ്ങൾ നേരിടുന്നത് പല ഘട്ടങ്ങളായിട്ടാണെന്നാണ്. ആദ്യം അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പിന്നീട് എന്തിനോടൊന്നില്ലാത്ത ദേഷ്യമാവും, വിഷാദമാവും. പതിയെ അവസാനം സത്യാവസ്ഥ മനസ്സിലാക്കും. അമ്മ സത്യാവസ്ഥ മനസ്സിലാക്കിയിരുന്നു. എല്ലാവരും പക്ഷേ ഈ എല്ലാ ഘട്ടങ്ങളും കഴിയണമെന്നില്ല. ചേട്ടാ, ഈ കാവശ്ശേരി ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ. ആ, ഏതെങ്കിലും പണിക്ക് പോകുന്ന ബൈക്കാർ വരും. കല്യാണിച്ചാൽ മതി. ചേട്ടാ, ആ. എങ്ങോട്ടാ? ഞാൻ കൊണ്ടുവരണോ? ഇല്ല, പോയിക്കോ, ഞാൻ പൊക്കോളാം. ലോകത്ത് 3 തരത്തിലുള്ള മനുഷ്യരുണ്ട്. കരയുന്നവർ, കരയാത്തവർ, കരയാനറിയാത്തവർ. അമ്മ പറഞ്ഞാണ്, ഇതിലെ കരയാനറിയാത്തവരെ സൂക്ഷിക്കണം. കരയാനറിയാത്തവർ അവരുടെ ദുഃഖം ചുറ്റുമുള്ളവരോട് ദേഷ്യവും വെറുപ്പുമായി പ്രകടിപ്പിക്കുമെന്ന്. അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞത്. ചേട്ടാ, ഒരു കട്ടൻ. സ്ട്രോങ് ആക്കണോ? ഒരു മീഡിയം സ്ട്രോങ്. നിങ്ങൾ എവിടുന്നാ? എറണാകുളം. ഓ, കൈക്ക് തന്നെ പറ്റിയ? ഓ, അല്ല, കൈക്ക് തന്നെ പറ്റിയതാ? ഒന്ന് വീണതാ. ഓ, ചേട്ടാ, അവിടെ ഒരു ചാലറി വീട് അറിയോ? മോൻ വക്കീലാണോ, പോലീസാണോ, അതോ പരാതിക്കാരനാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ മേരുവക്കീലെ കാണാൻ ഈ 3 കുട്ടിയെ വരാറേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ഫോണൊന്നും കിട്ടത്തില്ല, കുറച്ചങ്ങ് മാറി നിൽക്കണം. കഴിക്കാൻ എന്നാ വേണ്ടേ? രവിയല്ലേ? അതെ, രവി. അഗസ്റ്റിൻ സാറ്. സാറിന് അറിയാവുന്ന ആളായിരുന്നോ? പിന്നെ എന്നാ നമുക്ക് പോവാം. നേട്ടാ. ചേട്ടാ, എത്രയായി? 12. വേണ്ട, അതെന്റെ പറ്റില്ല. അല്ല, വേണ്ട, ഞാൻ കൊടുത്തോളാം. വാ. അല്ല, സാരില്ല, കുഴപ്പമില്ല, സാറ് തന്നോളൂ. പൊക്കോ. ഇടയ്ക്ക് സാറിനെ കാണാൻ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കും. ഭാര്യ കിടപ്പില്ല മോനെ, നോക്കാൻ ആരുമില്ല. ഓ, സാറിനിപ്പോ എത്ര വയസ്സായി കാണും? ഇപ്പോ 62. അവസാനം ഞാൻ സാറിനെ കാണുമ്പോൾ ഏതാണ്ട് പോൻ്റെ പ്രായോ. ട്രാൻസ്ഫർ മേടിച്ച് പോയ പിന്നെ ഞാൻ കണ്ടിട്ടേയില്ല. ഒരിക്കലൊരു കോൺഫറൻസിന് ചെന്നപ്പോൾ സാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് ചെന്നപ്പോഴത്തേക്കും സാറെന്തോ അത്യാവശ്യം പറഞ്ഞു മുങ്ങി. പണ്ട് കുറച്ച് കാശിൻ്റെ ഇന്ന് കടം മേടിച്ചായിരുന്നേ, ഞാനത് തിരിച്ചു വയ്ക്കാൻ ചെന്നാന്ന് വിചാരിച്ചാണ് പുള്ളി. അതുപോലെ മോനിപ്പോ ഞാൻ സൈബർ സെല്ലിൽ ക്ലർക്കാണ്.
മേരി എന്നല്ലേ അവരുടെ പേര്? വട്ടുമീന ഞങ്ങളുടെ ഇടയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ അങ്ങനെ വിളിക്കുന്നത്? അത് മോന് കാണുമ്പോൾ മനസ്സിലാവും. എന്തായിരുന്നു അന്നത്തെ കേസ്? ഓ, അതൊക്കെ ഇനി ഓർത്തെടുക്കാന്ന് വെച്ചാൽ വലിയ തലയാണ്. 97 സംഭവം. അന്ന് വേണു സാർ SI, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ. ഈ പെമ്പർ നോത്തി അവരുടെ കൊച്ചിനെ മുറ്റത്ത് നിർത്തിയിട്ട് അകത്തോട്ടം കണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൊച്ചില്ല. ഒരു 3 വയസ്സുള്ള ചെക്കൻ. ആ സമയത്ത് ഇവിടെ ഒരു സർക്കസ് ടീം തമ്പടിച്ചിരുന്നു. അതിലെ ബംഗാളിയോ നേപ്പാളിയോ ഏതോ പിള്ളേരാണ് കൊച്ചിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആ തള്ള ഓടി സ്റ്റേഷനിലേക്ക് വന്നു. സാറാണെങ്കിൽ സ്ഥലത്തില്ല. സാറ് പാലക്കാട് കണ്ട് എന്തോ ആവശ്യമായിട്ട് പോയേക്കുക. ഞാനാണ് ചാർജിൽ. എന്നിട്ട് നീയും പോലീസിലല്ലേ? ഒരു കൊച്ചു മിസ്സിംഗ് ആയാൽ നമ്മൾ പോലീസ് അത് സീരിയസ് ആയിട്ട് എടുക്കൂലേ? അവരെന്നാ പോലീസ് സ്റ്റേഷൻ മറിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അവിടെ വന്ന് കിടന്ന് വഴക്കും ബഹളവും കരച്ചിലും. അവസാനം പോലീസ് സ്റ്റേഷനിൽ ബോധം കിട്ടുവാണ്. അവിടെയൊക്കെ ഛർദ്ദിച്ച് വൃത്തികേടാക്കി. ഈ കുട്ടി കൊച്ചിവരുടെ ശല്യം സഹിക്കാണ്ട് കണ്ടേക്ക് ഓടിപ്പോയത്. അല്ല, അപ്പൊ ഈ സർക്കസുകാരോ? സർക്കസുകാരൊന്നും അല്ല കൊച്ചിനെ കൊണ്ടുപോയത്. ഇതൊക്കെ ഓരോ കഥകൾ ഉണ്ടാക്കുന്നതല്ലേ. 1 വർഷം കഴിഞ്ഞപ്പോൾ വേണു സാർ തന്നെ ആ കേസ് സോൾവ് ചെയ്തു. കൊച്ചിവിടെയുള്ള തടാകത്തിലോ കുളത്തിലോ എന്തോ വീണതാ. അതോടുകൂടി ആ തള്ളയുടെ വട്ട് മുഴുവട്ടായി. അവര് നാട്ടുകാരെയും പത്രക്കാരെയും ഒക്കെ വിളിച്ച് കൂട്ടി സാറിനെ നാറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാറിന്റെ ജീവിതം അങ്ങനെ കുളമായി. ഈ പോലീസ് കേസ് ക്ലോസ് ആക്കി എന്ന് പറഞ്ഞിട്ടും പിന്നീട് എന്താ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്? ഓ, ചില മനുഷ്യർ അങ്ങനെയാന്നേ. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തിൻ്റെങ്കിലും പുറകെ കയറി തൂങ്ങും. പിന്നെ അതിൽ കിടന്ന് തൂങ്ങി ആടും. ഓരോ മനുഷ്യരെ. ഇപ്പൊ ശിശു സംരക്ഷണ സേനയുടെ എന്തോ വലിയ കൊണാണ്ട്രാ. ദേ, ഈ വഴി അങ്ങോട്ട് നേരെ ചെല്ലുമ്പോൾ ഇടത്തോട്ടൊരു ചെറിയ വഴി അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. ആ വഴി നേരെ ചെല്ലുമ്പോൾ കാണുന്ന ആ വലിയ വീടില്ലേ, അതാണ് മേരിയുടെ വീട്. അവിടെ ചെല്ലുമ്പോൾ കാണാം. അല്ല, ചേട്ടൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ വരുന്നേ? എനിക്ക് കാണണ്ട. മോൻ ചെല്ല് കേട്ടോ. അല്ല, അച്ഛൻ എത്ര രൂപ തരാണ്ടെന്നാ പറഞ്ഞ? ഓ, അതൊക്കെ പണ്ടെന്തോ ചെയ്ത. ചേട്ടൻ എത്രയാന്ന് പറ. 1000 രൂപ കണ്ടുള്ളൂ. ആ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ തീർത്തേക്കാം. 1000 രൂപ. ചില കടങ്ങളൊക്കെ തീർത്തില്ലെങ്കിലും ഒരു സമാനക്കേടാ. കുടുംബത്തിൽ പറഞ്ഞവരുടെ ലക്ഷണം. ആ, കേട്ടോ. ചെല്ലേ. പിന്നെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് വീട്ടിലേക്ക് വിളിക്കാത്തത്. കേട്ടോ, മനസ്സിലായി. മോൻ ചെല്ലേ. ഓക്കെ. ആരാ? മേരി. അമ്മ പുറത്തു പോയേക്കുവോ? എപ്പോ വരും? അറിയത്തില്ല. എന്താ കാര്യം? ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. കാര്യം എന്നതാ? വല്ല സഹായത്തിനാണെങ്കിൽ ഇപ്പൊ സൊസൈറ്റി കാണും. എപ്പോ തിരിച്ചു വരുമെന്ന് പറയാനൊക്കത്തില്ല. ഇനി ദേഷ്യം തീർക്കാനോ ചീത്ത പറയാനോ ആണെങ്കിൽ പപ്പയുണ്ടാകത്ത്. പുള്ളിക്കാരനോട് പറയാം. പുള്ളിയാകുമ്പോ തിരിച്ചൊന്നും പറയത്തില്ല. ഒരു പരാതിയാണ്. ഇരിക്കൂ, അച്ഛനെ വിളിക്കാം. ആരായിരുന്നു? ഞാൻ CA വേണുവാന്റെ മോനെ. എന്താ കാര്യം? ഇനി വീട്ടിലേക്ക് കത്തുകൾ അയക്കേണ്ടെന്ന് പറയാൻ വേണ്ടി വന്ന. അയച്ചത് എന്തി? ആരോട് ചോദിച്ചിട്ട് അവനെ കയറ്റി സൽക്കരിക്കുന്നേ? ആരായിരുന്നു? സാർ, ഞാൻ രവി.
സാറിൻ്റെ മകൻ്റെ കേസ് അന്വേഷിച്ച CA വേണുഗോപാലിൻ്റെ മകനാണ്. ഇനി എൻ്റെ വീട്ടിലേക്ക് കത്തുകൾ അയക്കരുതെന്ന് ഇവിടെ വന്ന് പറയാൻ വേണ്ടി വന്നു. കത്തോ? എന്ത് കത്ത്? August 2017. എൻ്റെ മകൻ പോയിട്ട് 20 വർഷം. അവനുണ്ടായിരുന്നെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ട ദിവസം. നിങ്ങളുടെ ക്രൂരത കാരണം എനിക്കില്ലാതായത് എൻ്റെ ജീവിതത്തിലെ വെളിച്ചം. എനിക്ക് താങ്ങായും തണലായും നിൽക്കുന്ന ഈശ്വരന്മാരോട് ഞാൻ എന്നും മനസ്സുരുകി പ്രാർത്ഥിക്കും, നിങ്ങളുടെ നാശത്തിനായി. ഇവരെൻ്റെ അച്ഛനയച്ച കത്തുകളാണ്. കഴിഞ്ഞ 26 വർഷങ്ങളായി 130ഓളം കത്തുകൾ അയച്ചിട്ടുണ്ട് ഇവർ. അച്ഛന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നായിരിക്കും മകൻ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, പോയി അയാളോട് വരാൻ പറ. ഞാൻ ആരെയും വക്കാലത്ത് പറയാൻ വേണ്ടിയൊന്നും വന്നതല്ല. നീ അങ്ങോട്ടേക്ക് കത്തുകൾ അയക്കരുതെന്ന് പറയാൻ വേണ്ടി വന്ന. ഇതിൽ കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല. അയാൾ എന്നോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അയാളുടെ പിടിപ്പ് കേടും കള്ളത്തരവും കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകനാണ്. ഞാൻ ഇനിയും എഴുതിക്കൊണ്ടിരിക്കും. കുറ്റബോധം കൊണ്ട് അയാൾ തളർന്ന് വീഴുന്നത് വരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. മേരി, എന്തൊക്കെ ഈ പറയുന്നത്? അയാൾ കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചു. ആരെ അറിയിച്ചില്ലെങ്കിലും നിങ്ങളെ നേരിട്ട് വന്ന് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വന്ന. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നത് ഞാനാ. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേറെ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ അവസാനം വായിച്ച കഥ. ഞാൻ പൊട്ടിച്ച് വായിച്ചിട്ടില്ല. കൊച്ചുവെളുപ്പിനെ തന്നെ പോണോ? കഴിച്ചിട്ടൊക്കെ പോയാൽ പോരെ? ഉച്ച കഴിഞ്ഞും ബസ്സുണ്ട്. ലേട്ടാ പോണം. വേണു സാറിൻ്റെ മോനാന്ന് പറഞ്ഞായിരുന്നേ, ഞാൻ പറയത്തില്ലായിരുന്നോ അപ്പം അങ്ങോട്ട് പോണ്ടെന്ന്? അത് സാരമില്ല, ഇത് അങ്ങനെ തീരട്ടെ എന്ന് വെച്ചു. ഇവിടെ വരുന്ന ആൾ കൂടുതലും അവരെ കാണാൻ വേണ്ടി വരുന്നവരാ. ഇവരുടെ ഈ ചെറുപുഷ്പം സൊസൈറ്റി എന്താ? ഈ കാണാതെ പോകുന്ന കുട്ടികളൊക്കെ കണ്ടുപിടിക്കാനും കോടതിയിൽ സഹായത്തിനൊക്കെ. ഓ, ഇവർ വക്കീലാണോ? ഓ, അവരൊരു വീട്ടമ്മയായിരുന്നേ. പിന്നെ വാശിക്ക് പഠിച്ച് ഇപ്പോൾ വക്കീലായതാ. വക്കീൽ കുപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആളുകൾ വക്കീലിൽ നിന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. മോൻ അകത്തേറി കിടക്കുന്നോ? ലേട്ടാ ഏതാ സുഖം? രാത്രി നല്ല കൊതുക. ഓ, ഒരുപാട് പേർക്ക് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താ സംസാരിക്കറിയാല. അതും ഒരു പ്രശ്നം തന്നെ അല്ലേ ഏട്ടാ? ആ, എനിക്കറിയാൻ മേല. അതൊക്കെ ഓരോരുത്തരുടെ കാരണങ്ങളല്ലേ. ആ കൊച്ചിനെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാ. സത്യത്തിൽ ആ കൊച്ചു പോയത് ഇവിടെ എല്ലാവരും ഉള്ളിൽ വലിയൊരു മുറിവാ. പിന്നെ ആ കൊച്ചിൻ്റെ അമ്മയുടെ കാര്യം പറയാനുണ്ടോ? അല്ല, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അയ്യോ മോനെ, വേണു സാറിനെ കുറ്റമായിട്ട് പറഞ്ഞല്ല, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നവരല്ലേ. എത്ര മാസമാ സാർ എൻ്റെ പുറകെ നടന്നത്. വേണു സാറിനറിയാവുന്നവരാരും സാറിനെ കുറ്റം പറയത്തില്ല. ആ കൊച്ചു മുങ്ങിപ്പോയ തടാകമില്ലേ, അത് എത്ര പേരെ കൊണ്ടുപോയതാ. മറ്റു വല്ല പോലീസുകാരായിരുന്നേ എന്നെ ഇട്ടേച്ച് പോയനെ. വേണു സാർ ആയതുകൊണ്ട് സത്യമെങ്കിലും അറിഞ്ഞു. അല്ല, അവസാനം സാറ് തന്നെ മുങ്ങിത്തപ്പി എടുത്തില്ലേ? അച്ഛനോ? അതേന്നേ. ഭാഗ്യത്തിന് സാർ കുളിക്കാനും തുടങ്ങിയപ്പോൾ എറുമ്പത്തുനിന്ന് തുണിയുടെ ഒരു കഷ്ണം കിട്ടി. പുള്ളിക്കാരൻ എന്തോ ഒരു സംശയം തോന്നി. ആളവിടെ തപ്പിയപ്പോൾ കുറച്ചുകൂടെ കിട്ടി. മേരി വക്കീലൊന്നും സമ്മതിച്ചതാ അത് കൊച്ചിൻ്റെ തുണി തന്നെയാന്ന്. പിന്നെന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരും തലവിധി. മോൻ കിടന്നോ, ഞാൻ നേരത്തെ വിളിക്കാം. വെള്ളം ഞാനൊരു ചരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്.
എന്റെ കുഞ്ഞ് കുളത്തില് വേഗം പോ. എന്റെ മോൻ കുളത്തിൽ പോയി. പോ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 16-ന് അച്ഛൻ മുടങ്ങാതെ അമ്പലത്തിൽ പോകുമായിരുന്നു. പോയി ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കണ്ണൊക്കെ കലങ്ങി തിരിച്ചു വരും. പിന്നെ ആരോടും വേണ്ടാതെ മുറിയിൽ പോയി ഒറ്റയിരുപ്പ. ഉച്ചയൊക്കെ ആകുമ്പോഴേ മദ്യപാനം തുടങ്ങും. എനിക്കൊരു 12 വയസ്സുള്ള സമയത്ത് ഇതുപോലൊരു ഒക്ടോബർ 16-ന് അന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴേ അമ്മ എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാണ്, സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അച്ഛനും അമ്മയും ഒരു വലിയ വഴക്കുണ്ടാകുന്നതും അച്ഛനമ്മ ആദ്യമായിട്ടും അവസാനമായിട്ടും തല്ലാനാവുന്നതും ഇതുപോലൊരു ഒക്ടോബർ 16-നാണ്. സാറിൻ്റെ മകൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 16-ന്. അച്ഛന് വെള്ളം പേടിയായിരുന്നു. പുള്ളി ഒരിക്കലും ആ വെള്ളത്തിൽ ഇറങ്ങില്ല. ആ ടീഷർട്ട് അച്ഛനെ കിട്ടിയതല്ല, അതൊരു കള്ളമായിരുന്നു സാർ. ചിലപ്പോൾ തോമ ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവാം. ഈ ഒരൊറ്റ കേസ് കാരണമാണ് ഞങ്ങൾക്കെല്ലാം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എനിക്ക് അവകാശമുണ്ട്. അതിവിടെ ഒന്നും പറയണമെന്ന് തോന്നുന്നു. എങ്ങോട്ടാ? എനിക്ക് ആ ലേക്ക് ഒന്ന് കാണണമായിരുന്നു. കേറിക്കോ. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 1 കിലോമീറ്റർ ദൂരമല്ലേ? കൂടുതലുണ്ട്. ഓ, ഈ ഭാഗത്തോട്ടൊന്നും ആരും വരാറില്ലേ? തോമയെ കിട്ടുന്നതിന് മുന്നേ പിള്ളേരൊക്കെ കുളിക്കാൻ വരാറുണ്ടായിരുന്നു. ഈ എല്ലാ നാട്ടിലും ഓരോ പ്രേതം ഉണ്ടാവില്ലേ, ഈ പിള്ളേരൊക്കെ പേടിപ്പിച്ചു നിർത്തുന്ന. ഈ നാട്ടിലെൻ്റെ അനിയനാ അത്, തോമമരം. അമ്മയ്ക്ക് ദേഷ്യമാണ്. ഇവിടെ നിന്നാ ടീഷർട്ട് കിട്ടിയത്, കിട്ടിയെന്ന് പറയപ്പെടുന്നത്. അമ്മ 1-2 തവണ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലാതെ ഇവിടെ വന്നിട്ടില്ല. അന്ന് ആനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 6. തോമയെ ഓർമ്മയുണ്ടോ? ആ, ചെറിയ ഓർമ്മയുണ്ട്. വലിയ വാശിയൊന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെ മറക്കണം എന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ലല്ലോ. ആര്? ആരായിരിക്കും? അന്നത്തെ സർക്കസ് ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഒരു തവണ കാണാൻ പോയിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണാതായതിൻ്റെ തലേ ദിവസം അന്നായിരുന്നു ഞങ്ങളെല്ലാവരും അവസാനമായി വീട്ടിലുണ്ടായിരുന്നത്.
തോമ മിസ്സിങ് ആവുന്ന ദിവസം ആനി വീട്ടിലില്ലായിരുന്നോ? എന്നെ അമ്മച്ചിയുടെ വീട്ടിലാക്കിയായിരുന്നു. എന്തിന്? എന്നെ ഇടയ്ക്ക് അവിടെ കൊണ്ടാക്കാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് മുക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അവിടെ പോയി നിൽക്കും. ആനിക്ക് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് യൂണിറ്റ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെയാണോ ഈ വരുന്ന വഴി കണ്ട ഹാൻഡ്ലൂം യൂണിറ്റ്? അച്ഛനാണോ നടത്തുന്നത്? അപ്പൊ തോന്നുമ്പോഴൊക്കെ വരും, നടത്തിപ്പൊക്കെ കണക്കാ. എനിക്ക് ഇത്രയൊക്കെ അറിയാവുള്ളൂ രവി. അന്നുച്ചയ്ക്ക് ഒരു 12 ആയപ്പോഴാണ് ഇവർ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറി വന്നത്. അല്ല, ഈ സർക്കസുകാരെ സംശയിക്കാൻ കാരണം എന്താ? അവരീ എന്താ പറയണേ, അരിയും ഗോതമ്പും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് കഞ്ഞി വെച്ച് കുടിച്ച് ടെൻ്റടിച്ച് അവിടെ കിടന്നിരുന്നത്. അങ്ങനെ മണ്ണെണ്ണയ്ക്കോ ഗോതമ്പിനോ എന്താണ്ട് കാര്യത്തിന് അവർ മേരിയുടെ വീട്ടിലും വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ചിനെ കാണാനില്ല. പിന്നെ മേരി നോക്കുമ്പോൾ സർക്കസുകാർ വണ്ടിയിൽ കയറിപ്പോ. ഇതൊക്കെ മേരി പറഞ്ഞതാണ് കേട്ടോ, ഞാൻ മുഴുവൻ വിഴുങ്ങിയിട്ടില്ല. അങ്ങനെയാണ് മേരി സർക്കസുകാരാണ് കൊച്ചിനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ സംശയിക്കുന്നതിലും കാര്യമില്ലേ? എന്ത് കാര്യം? അവരങ്ങനെ കുറേ നേരം വന്നു നിന്നു, അവർക്ക് മടുത്തപ്പോൾ അവർ തിരിച്ചുപോയി, അത്ര തന്നെ. അല്ല, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള മോഷണോ? അത് പിന്നെ അവർ പോണ വഴി കിണ്ടിയോ ഉരുളിയോ ഏതാണ്ടൊക്കെ എടുത്ത് സഞ്ചിയിലിട്ടുകൊണ്ട് കൂടി. അവര് പെറുക്കികളല്ലേ, അവര് പെറുക്കും. എന്തായാലും അതുകൂടെ ആയപ്പോ അവരുറപ്പിച്ചു കൊച്ചിനെ കൊണ്ടുപോയത് നേപ്പാളികളാണെന്ന്. ഇവരെ പിന്നെ കണ്ടുപിടിച്ചായിരുന്നോ? എവിടെ കണ്ടുപിടിക്കാൻ? ഇതിങ്ങൾക്കൊക്കെ വല്ല അഡ്രസ്സും ഉണ്ടോ? അതും ആ കാലത്ത്. എന്നിട്ടും നിന്റെ ഒപ്പം കുറെ പേരെ തപ്പിപ്പറക്കി എടുത്തു കൂട്ടാ. എന്തു ഗുണം? കുറെ സമയവും പോയി, കുറെ കാശും പോയി. പോലീസുകാരെ പണിയതല്ലേ? എന്ത്? പോലീസുകാരെ പണി പിന്നെ അതല്ലേ? നീ പോലീസുകാരുടെ പണി തന്നെ പഠിപ്പിക്കണ്ട. നിന്റെ അപ്പം വലിയ പോലീസുകാരനായിരുന്നല്ലോ, എന്നിട്ട് എന്താ ഗതി ഇപ്പോ? പിന്നെ ഞാൻ തോട്ടത്തിൽ പട്ടി അഴിച്ചു വിടുന്ന സമയമായി, പോകുമ്പോഴാ ഗേറ്റ് അടച്ച്. എന്താ ഇപ്പോ കേസ് പിന്നെയും തുടങ്ങിയോ? അങ്ങനെ കേസായിട്ടൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അന്ന് പറഞ്ഞതൊക്കെ തന്നെ ഇന്നും പറയാനുള്ളൂ. അന്ന് കുറേയൊക്കെ എഴുതിയെടുത്ത് പോയതാണല്ലോ. ഹാജിയാർക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതൊക്കെ എന്നോട് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അന്ന് ഹാജിയാരാണ് സർക്കസുകാരെ ഇവിടെ. ഈ നാട്ടിലെ തെണ്ടികൾ പലതും പറയും. അതിന് ന്യായം പറയാൻ എനിക്ക് സൗകര്യമില്ല. കാലുറക്കാത്ത കുട്ടിയെടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഹിപ്പി കാരവൻ എന്നായിരുന്നില്ലേ അവരുടെ പേര്? ഏത് നേരത്താണ് ഓരോന്ന് തോന്നിയത്? അവരിപ്പോഴും ഉണ്ടോ? ഒരു 20 പേര് ഏതോ വലിയ സർക്കസ് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോന്നവര് കഞ്ഞി കുടിക്കാൻ വേണ്ടി സർക്കസ് കളിച്ചു കാണും. ഈ നാട്ടുകാരെന്തെങ്കിലും കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരിൽ പ്രശ്നക്കാരെങ്കിലും ഉണ്ടായിരുന്നു? വീടും കുടുംബവും ഒക്കെ വിട്ട് നാട് തണ്ടി നടക്കുന്നവരെ ജീവചരിത്രം അന്വേഷിക്കാൻ പറ്റുമോ? അന്ന് 12 മണിക്കാണ് തോമയെ കാണാനില്ലെന്ന് മേരി വക്കീൽ അറിയുന്നത്. ഹാജിയർ അപ്പോൾ എവിടെയായിരുന്നു? 27 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് സാർ ചോദിക്കണേന്ന് ഓർമ്മ വേണം. എനിക്കൊരു ഏകദേശ രൂപം തന്നാൽ മതി. ഈ പ്രായത്തിൽ ഞാനിതൊക്കെ എങ്ങനെ ഓർത്തെടുക്കാനാ സാറേ? അന്ന് ഞാനും എൻ്റെ ഇക്ക സേതുവും കണക്ക് നോക്കുകയായിരുന്നു. കൂടെ സർക്കസ് കമ്പനിയുടെ മാനേജർ ജയന്ത് എന്ന ബോംബെക്കാരനും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് പേര് ആദ്യത്തെ വണ്ടികളിൽ പോയി. ബാക്കി എല്ലാവരും കൂടി ഒരു 15 പേര് കാണും. ഈ ആദ്യ വണ്ടിയിൽ പോയി എന്ന് പറയുന്നവർ എപ്പോഴാണ് പോയത്? അവരാ കുട്ടിയെ എടുത്തിട്ടില്ലെന്ന് പോലീസ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞ. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ? ആ തുണി കിട്ടിയപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചതാ. അപ്പോൾ ഇതാ പിന്നെയും വന്നു. ആ പോലീസുകാരൻ ഞാൻ പണം നൽകിയതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു. ഏത് പോലീസുകാരന്? ആ കേസ് അന്വേഷിച്ച അയാൾ തന്നെ. കൈവായ്പയായി 10,000 രൂപ ചോദിച്ചു. ഞാൻ കൊടുത്തു.
അതും ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് 8 മാസത്തിന് ശേഷം അത് അയാൾ തിരിച്ചറിയുകയും ചെയ്തു. വേണു എന്നായിരുന്നോ പോലീസുകാരൻ്റെ പേര്? പത്ത് 15 വർഷം മുമ്പ് വേറൊരു കുട്ടിയുടെ ശവം ഇവിടെ പൊങ്ങി. അന്ന് ഇവിടെ കുറെ മാന്യന്മാരെ തനിക്കുണം നാട്ടുകാരറിഞ്ഞല്ലേ. അവരോടൊന്നും ആരും ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഹും. ആ രവി, ജോൺ ഫ്രീ ആയോ? ഒരിക്കലും ഇല്ലാത്ത തിരക്കായിരുന്നു. എനിക്കൊരിടം വരെ പോകാനുണ്ട്. നമുക്ക് വണ്ടിയിൽ സംസാരിച്ചാൽ അടുത്തൊരു വീട്ടിലൊരു മോഷണം. ആ ഓക്കെ. ബാ. ആ പോ. ഈ ഞാനും അനയും കോളേജിൽ ഒരുമിച്ചായിരുന്നു. ആ ആ. എനിക്ക് അന്നേ അറിയായിരുന്നു ഇവളും കറങ്ങി തിരിഞ്ഞ് ആ വക്കീലിന്റെ വഴിക്ക് തന്നെ പോകും. ഇത് അങ്ങനെയല്ല, ഇത് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അന്വേഷിക്കുന്നത്. ആണോ? പറഞ്ഞോ, എന്തായിരുന്നു കാര്യം? ജോമോൻ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഒരു ഫുൾ ലിസ്റ്റ് കിട്ടുമോ? കഴിഞ്ഞ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഒരു 97 മുതൽ. ഇപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുന്നോട്ടുള്ളതുണ്ടല്ലോ. കാര്യം നടക്കുമോ? നടക്കുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ നടത്താം. ജോമോൻ ഒന്ന് വേണമെന്ന് വെക്കാവോ? അല്ല, ഇപ്പൊ കാര്യം എന്നാന്ന് എന്നോടുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്റെ പൊന്നാശാനെ, ഇവിടുത്തെ പന്നി മോഷണവും വാഴക്കൊല മോഷണവും ഒക്കെ അന്വേഷിച്ച് മടുത്തു. എന്തുള്ള വല്ല കേസാണെങ്കിൽ നമ്മളിവിടെ കൂട്ട്, അത്രേ ഉദ്ദേശമുള്ളൂ. ഈ ലിസ്റ്റ് ഞാൻ എടുക്കാം. ഈ പഞ്ചായത്ത് മാത്രം മതിയോ? ഈ പഞ്ചായത്ത് മാത്രം പോരാ, വണ്ണാട്ടുകരയും പുലിമേടൂടെ കിട്ടുമോ? പാടാണ്, എന്നാലും നമുക്ക് ഒപ്പിക്കാവോ? ഓക്കെ. അല്ല, ഇവിടെ എവിടെയാ താമസം? താമസമൊന്നും റെഡി ആയിട്ടില്ല. ഇവിടെ അടുത്ത് കാണാൻ വല്ല ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ? പണ്ടെങ്ങാണ്ട് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കാം. ആ ശരി. ജോമോൻ അങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. അല്ല, എവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് വിടാം. ഇല്ല, വിട്ടോ. ജോമോൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാനൊന്ന് കാര്യമൊന്ന് അവതരിപ്പിക്കാനായിരുന്നു. എനിക്ക് ലിസ്റ്റ് ഒന്ന് എടുത്ത് തന്നാൽ മതി. ഉറപ്പാണോ? ഉറപ്പാ, ഞാൻ പൊക്കോളാം. ആ, അപ്പൊ ശരി, കാണാം. ശരി, അപ്പോൾ കാണാം. ജോമോൻ, 10-30 കിലോമീറ്റർ നടന്ന് കാണുമല്ലോ ഇന്ന്. അത്രയൊന്നുമില്ല, ഒരു 12 കിലോമീറ്റർ നടന്ന. ഇടയ്ക്കൊക്കെ നടക്കുന്ന നല്ല പരിപാടിയാ. ഞാൻ സ്ഥിരം നടന്നാ ഓഫീസിൽ പോറ്. എന്തോരം? 4 കിലോമീറ്റർ. അപ്പൊ എനിക്ക് സ്കൂട്ടർ ഒന്നും ഇല്ലേ? കൂടുതലും ഇതാ ശീലം. ദേവി നമ്മുടെ സ്വന്തം ആളാ. രവിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളോട് പറഞ്ഞാൽ മതി കേട്ടോ. രവിക്ക് എന്നാ രാത്രി കഴിക്കാൻ? വീട്ടിലുണ്ടാവും, ഞാൻ എടുത്തിട്ട് വരാം. ജോമോൻ, അതൊന്നും വേണ്ട, അതൊക്കെ വെറുതെ ബുദ്ധിമുട്ടാവും. ഞാൻ പുറത്തുപോയി കഴിച്ചോളാം. ഇവിടുത്തെ ഫുഡൊക്കെ ശോകാ. നീ എടുത്തിട്ടോ. പെട്ടെന്ന് വരാം, എന്റെ വീട് ഇവിടെ എടുത്താ. താമോട്. കുറേ കാലമായി ഇവിടെ ആരെങ്കിലും ഒക്കെ താമസിച്ചിട്ട്. ഞാൻ ഒരു പയ്യനെ വെച്ച് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ചേർന്നു. വീട്ടിൽ നിന്നൊരു പുതപ്പ് ഷീറ്റ് എടുത്തിട്ടുണ്ടേ. മതി, ഇത് തന്നെ ധാരാളം. എന്നാ ശരി, ഞാൻ ഇറങ്ങിയേക്കട്ടെ. ആ പറഞ്ഞ ലിസ്റ്റ് ഞാൻ നാളത്തേക്ക് ശരിയാക്കാവേ. ഓക്കെ. രകടിയനൊക്കെ ഉണ്ടായിരുന്നല്ലേ? രഹസ്യൻ സാറോ? നിലത്ത് കിടക്കുന്ന ഒരു ഇല എടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്ലാവിൻ്റെ നിന്ന് പൈസ വയ്ക്കുന്ന ആളാ. ജോമോന് ക്ലീറ്റസ് എന്ന് പറഞ്ഞൊരു പഴയ പോലീസുകാരനറിയോ? എൻ്റെ അച്ഛനൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് പുള്ളി കോൺസ്റ്റബിൾ ആയിരുന്നു. പുള്ളി ഫേമസ് അല്ലേ? പുള്ളിയുടെ അവിടെ നിന്നാ ഈ മേരി വക്കീലിൻ്റെയൊക്കെ വട്ടിൻ്റെ തുടക്കം. ഈ കേസൊക്കെ നടക്കുമ്പോൾ പുള്ളി സർവീസിലുണ്ടായിരുന്നു. വലിയ ഇടിക്കാരനായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ വരുന്നവരോട് ഇടിയൊക്കെ നിർത്തി ഉപദേശം തുടങ്ങി. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ദൈവങ്ങൾ കിട്ടി. സർവീസിലുണ്ടായപ്പോൾ ചെയ്ത് ഉടായ്പൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. ഒരു മാനസാന്തരം ലൈൻ. അല്ല, ഈ വിളിച്ചു പറഞ്ഞാൽ കൊള്ളായിരുന്നോ? പുള്ളിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ളതൊക്കെ തള്ളായിരുന്നു. ഈ സുകുമാരക്കുറിപ്പ് മേട്ടുപ്പാളയത്ത് പൂക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് പുള്ളി ഒരു ചെറിയ ബോംബ് പൊട്ടിച്ചു. അതായത് ഈ മേരി വക്കീലിൻ്റെ കേസ് തീർക്കാൻ വേണു സാർ ഷർട്ടിൻ്റെ കേസ് ചുമ്മാ പൊക്കിക്കൊണ്ടുവന്നാണെന്നും എവിഡൻസ് പ്ലാൻ ചെയ്തതാണെന്നും വലിയ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നെന്നുമാണ് പുള്ളി പറഞ്ഞിരുന്നത്.
അല്ല, ഈ കുട്ടി പോയി 1 വർഷം കഴിഞ്ഞിട്ടാണ് വീടച്ഛന് ഷർട്ട് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. മേരി വക്കീൽ ഷർട്ട് ഐഡന്റിഫൈ ചെയ്താണ്. അയാൾക്ക് പണിയെടുക്കാൻ മടി. അത് ഈ വട്ടഭിനയിച്ച സ്റ്റേഷന്റെ ഭാഗത്തൊന്നും പോകണ്ടല്ലോ. പിന്നെ ഈ അയാളുടെ മോനും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സർവീസിൽ കയറി. അല്ല, ഈ ക്ലീറ്റസ് ഇപ്പോഴും ഉണ്ടോ? ഇല്ലല്ല, അയാളൊരു 10 കൊല്ലം മുന്നേ മരിച്ചു. ഈ വലിയ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞത് ആരെയാ ഉദ്ദേശിച്ചത്? ആർക്കറിയും. എന്നാണെങ്കിലും ഈ കേസ് കേട്ടിട്ട് ത്രില്ലൊക്കെ ഉണ്ട്. സഹായിക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ ഇതൊരു 27 വർഷമായ കേസല്ലേ. താനും സർവീസിലുള്ള ആളല്ലേ. ഇപ്പം അന്വേഷിച്ചിട്ട് പുതിയതെന്ന് കിട്ടാനാ? ചേട്ടാ ഫുഡ്. ആ, അങ്ങനെയാണെങ്കിൽ താൻ കഴിച്ചിട്ട് കിടക്കാന്ന് വെച്ചോ. ജനലൊന്നും ചാരിയൊക്കെ ചാടിയൊന്നും കയറണ്ട. ശരി എന്നാ. ഓക്കെ. വിചാരിച്ച എന്ത് ചെയ്യാ? ഞാൻ പഠിക്കാം ചേട്ടായി. എവിടെ? അതൊരു കോഴ്സാ, എൻട്രി എലവേറ്റിന്റെ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് സാഫ്വിക്കോ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. എന്താ സംഭവം? സംഭവം അക്കൗണ്ടിങ് ആണ്. ബിഗ് 4 കമ്പനിയായ PwCയുടെ കേസ് സ്റ്റഡി മോഡ്യൂളും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നിന്ന് സർട്ടിഫിക്കറ്റും കിട്ടും. പിന്നെ എൻട്രിയുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ജോലി കിട്ടാൻ എളുപ്പമാണ്. സ്ഥലം വിടാനുള്ള പരിപാടിയാണോ? പുറത്തൊക്കെ പോയാൽ കൊള്ളാവുന്നുണ്ട്. അതാവുമ്പം ഗൾഫ് അക്കൗണ്ടിങ് കോഴ്സ്, ടാലി, GST, സോഹോ ബുക്സ് കോഴ്സ്, ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ സാപ്പിന്റെ ഫിനാൻസ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ അവർ തരും. അതുകൊണ്ട് പുറത്തൊക്കെ പോയതിന് ചാൻസാ. ചേട്ടാ ഇന്ന് കഴിച്ചിട്ട് കിടന്നോ? ഞാൻ നാളെ വരാം. ജനലടയ്ക്കണോ? വേണ്ട, ഞാൻ അടച്ചോളാം. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിനകത്ത് എവിടെയോ എൻ്റെ മോനുണ്ട്. എനിക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പോവാ. ആ, അപ്പനല്ലേ? അപ്പനും അമ്മയൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഉറപ്പിച്ചതിന് ശേഷം അപ്പനും അമ്മയും കണ്ടാ പോരെ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കല്ലേ വീട്ടുകാരിലാണ്ടോ പെണ്ണറിഞ്ഞില്ലെന്ന്? അതിനുള്ള ഉത്തരവ് ഞാൻ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പം എങ്ങോട്ടാന്ന് പറ. അതെ മോളെ, ആ പയ്യന് വേറെന്തോ ഇഷ്ടമുണ്ടെന്ന്. അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ലെന്നാ പറയണേ. പിന്നെ എന്തിനാ അപ്പനില്ലേ ചോദിച്ചേ? അത് പിന്നെ ഞാൻ ചോദിച്ചു എന്നുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? വിളിച്ച് പറയാണ്ടൊക്കെ എങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണേ? ഈ പുറത്തുള്ള ആൾക്കാർ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാ. ഇല്ലെങ്കിൽ 1-2 നല്ല പയ്യന്മാരുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇറങ്ങിക്കോ. അപ്പം ശരി, അടുത്ത ആഴ്ചത്തേക്ക് 1-2 പേരെ കാണുന്ന രീതി ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ?
കയറി വാ രവി. ആ. വാ. മേരി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് രവിക്ക് വിഷമായോ? ഏയ് മനസ്സിലൊന്നും വെച്ചിട്ടല്ല. അറിയാം, എന്നെ കാണാൻ വന്നിരുന്നു. ആ, എന്നോട് പറഞ്ഞു. ഈ സംഭവം നടന്ന ദിവസം സാർ ഇവിടെ ഇല്ലായിരുന്നോ? നമുക്ക് ഇച്ചിരി മാറി നിൽക്കാരുവേ. ഓ. നമുക്കൊരു ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഞാൻ അവിടെയായിരുന്നു. സംഭവം നടന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. ഞാൻ എത്തിയപ്പോഴേക്കും കാര്യം നല്ല വഷളായി. സർക്കസുകാർ ബോർഡർ കടന്നിരുന്നു. മേരി ഒരു കാറും പിടിച്ച് അവരുടെ പിറകെ പോയി. ആദ്യത്തെ ആളെ കണ്ടുപിടിക്കുന്നത് തന്നെ 2 ദിവസം കഴിഞ്ഞായിരുന്നു. നിങ്ങൾ അതിനുശേഷം കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നല്ലേ? അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വീടും പൂട്ടി ഇറങ്ങി. കേസായത് അറിഞ്ഞതോടെ സർക്കസുകാർ കൂട്ടം പിരിഞ്ഞ് പല വഴിക്ക് പോയി. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ. പക്ഷേ അവർ തപ്പി പിറകെ പോകാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ആകെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് അവരുടെ കുറച്ച് ഫോട്ടോസ് മാത്രം. ആ 7 മാസം മിക്കവാറും ഞങ്ങൾ ഉറങ്ങിയിരുന്നത് ട്രെയിനിലാണ്. ഉറങ്ങിയെന്നല്ല, തീരെ വയ്യാതെ ആകുമ്പോൾ വാങ്ങിപ്പോകുന്നതാ. മേരിക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല. ടോമയ്ക്ക് അലർജിയുടെ ആസ്മയുടെയും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഗുളികയും പിടിച്ച് അവൾ ഒന്നൊഴിയാതെ എല്ലാവരെയും തപ്പിയെടുത്തു. അവസാനത്തെ ആള് ഒരു കൽക്കട്ടക്കാരനായിരുന്നു. അയാളെയും തപ്പിയെടുത്തു. പിന്നീട് എന്തന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന അറിയാതെ ഒടുക്കം നാട്ടിലെത്താറായപ്പോഴേക്കും മേരിക്ക് പൊള്ളുന്ന പനിയായി. സംഭവം നടന്നെന്ന് എന്തോ വികൃതി കാട്ടിന് തോമയും മേരി വഴക്ക് പറഞ്ഞിരുന്നു. അപ്പം അവളോട് പിണങ്ങി അവൻ മാറുന്ന സമയത്താണ് സർക്കസുകാരെടുത്തുണ്ട് എന്നും പറഞ്ഞ് അതിലും മേരി കുറെ വിഷമിച്ചു. അപ്പൊ ഈ സമയത്തൊക്കെ ആനി അവളന്ന് തീരെ കുഞ്ഞല്ലേ, അതിൻ്റെ സങ്കടം വേറെ. പിന്നെ പല ബന്ധുവീടുകളിലൊക്കെ ആക്കി. നിങ്ങൾ എപ്പോഴാ തിരിച്ചെത്തിയത്? ഒരു 8 മാസമായി കാണും. ഞാൻ ആദ്യം തിരിച്ചെത്തി. 1 മാസം കഴിഞ്ഞപ്പോൾ മേരിയും വന്നു. മേരി വക്കീൽ എവിടെ ആയിരുന്നു? മേരിക്കൊരു വിഷാദ രോഗം പോലെ വന്നു. ഉറക്കമില്ലാതെ, ആരോടൊന്നും മിണ്ടാതെ, ഒന്നിലൊരു താല്പര്യമില്ലാതെ. അതുവരെ കൃഷിയൊക്കെ നോക്കി നടത്തിയിരുന്നത് മേരിയ. അതും നിർത്തി. പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിലാക്കി. എന്നിട്ട് ശരിയായോ? ആ. ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ? അന്ന് അതിനുള്ള വിവരമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോഴും സർക്കസുകാരെ തന്നെയാണോ മേരി വക്കീലിന് സംശയം? ഞാനും മേരിയും തോമയെക്കുറിച്ച് സംസാരിച്ചിട്ട് 23 വർഷമായി. ഞാൻ മേരിയോടൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. മേരി എന്നോടും. മേരിക്ക് ആരെ സംശയമെന്ന് എനിക്ക് അറിഞ്ഞൂടാ രവി. സാറിനോ? എനിക്കിതൊക്കെ ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു. രവിക്ക് സഹോദരങ്ങളുണ്ടോ? ഇല്ല. വേണുസാറോട് ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു മകനുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അന്നങ്ങനെ മകൻ ഇല്ലായിരുന്നു. എന്നൊരു ഓർഫണേജ് ദത്തെടുത്ത. സാറിന് അച്ഛനോട് ദേഷ്യമുണ്ടോ? ആദ്യമൊക്കെ എല്ലാവർക്കും എന്നോട് മേരിയോട് സഹതാപമായിരുന്നു. പിന്നെ പിന്നെ ഞങ്ങളെ കാണുന്നേ ശല്യേ. അവരും കുറ്റം പറയാനൊക്കത്തില്ല. പോയത് ഞങ്ങൾക്ക് മാത്രമാണല്ലോ. പക്ഷെ ഞങ്ങളോട് ഒരിക്കലും ഒരു മുഷിപ്പ് കാണിക്കാത്ത ഒരാൾ വേണു സാർ മാത്രമായിരുന്നു. എല്ലാത്തിനും അവസാനം വരെ കൂടെ നിന്നു. അങ്ങനെയുള്ള ഒരാളോട് കൈയൊഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയായിപ്പോയി മേരിക്ക്. കൈവഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അനുഭവിച്ചിട്ട് തന്നെ അച്ഛൻ പോയത്. ഞാനൊന്ന് ഇറങ്ങട്ടെ സാറേ. തിരിച്ചപ്പോഴാ?
ഈ കൈയൊന്ന് ശരിയാവുന്നവരെ ലീവുണ്ട്. മേരി ഒരുപാട് നാൾ അന്വേഷിച്ചു. കിട്ടാവുന്ന ഓരോ തെളിവുകളും വെച്ച് അവൾ കേസ് നടത്തി. വർഷങ്ങൾക്ക് ശേഷം അവൾ അതെല്ലാം പുറത്തെടുത്തു, രവിക്ക് തരാൻ വേണ്ടി. ഇവിടെ കഴിഞ്ഞ 27 വർഷത്തിൽ ഇവിടെ നിന്ന് 7 കുട്ടികളാണ് മിസ്സായിരിക്കുന്നത്. അതിൽ 4 പേരെ തിരിച്ചു കിട്ടി. 3 പേര് വീടിട്ട് പേരായിരുന്നു. അവർ താരതമ്യേന മുതിർന്ന ആൾക്കാരായിരുന്നു. ഒരാൾ ഉത്സവത്തിനിടയ്ക്ക് തിരക്കിപ്പെട്ടു പോയത്, അയാൾ അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വന്നു. ബാക്കി 3 പേര്? ഒരാൾ തോമ. വിജയേട്ടാ, ഒരു കട്ടൻ ചായ കൂടി. ബാക്കി 2 പേര്? രണ്ടാമത്തെ ആളെ കിട്ടിയില്ല, പെൺകുട്ടിയായിരുന്നു, 5 വയസ്സ്. മൂന്നാമത്തെ ആളുടെ ബോഡി കിട്ടി, തോമയെ പോലെ തന്നെ ആൺകുട്ടി, 5 വയസ്സ് പ്രായം. ഓക്കെ, ഇതെപ്പോഴാണ് നടന്നത്? 2001. കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ വരികയായിരുന്നു. ബോഡിയിൽ സയൻസ് ഉണ്ടായിരുന്നു. ഏത് പഞ്ചായത്തായിരുന്നു? ഈ പഞ്ചായത്ത് തന്നെ. പ്രതിയെ പോലീസ് പിടിച്ചു, പക്ഷെ പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഓ, അഗസ്റ്റി സാറാണല്ലേ കേസ് അന്വേഷിച്ചു? അയാൾ തന്നെ. പിന്നെ ASI ശമ്പളം കൊണ്ട് തോട്ടവും ജീപ്പൊക്കെ മേടിച്ചു കൂട്ടാൻ പറ്റും. എവിടെ താനെന്തായാലും നോക്ക്, ഞാനൊന്ന് പോയിട്ട് വരാം. ആ, താങ്ക് യു. ശരി ചേട്ടാ, എഴുതിയേക്കേ. അനി. വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഞാനൊരു സ്ഥലം വരെ പോയി വരുന്ന വഴിയാ. എവിടെയായിരുന്നു? ആരെങ്കിലുമൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? പഠിക്കാൻ പോകണോ? എവിടെ? ദൂരെ. നാറി. ആനിക്കറിയോ ഇയാളെ? ഇയാള് ഞങ്ങളെ ട്യൂഷൻ സാറായിരുന്നു. ഇയാളുടെ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇയാളാണ് കൊച്ചിന് കൊന്നെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. വേറെ ഏതെങ്കിലും നാടായിരുന്നെ പണ്ടൊക്കെ വേണ്ട തല്ലിക്കൊന്നേനെ. തോമ കാണാണ്ടാവുന്ന സമയത്ത് ഇയാൾ എവിടെ ആയിരുന്നു അറിയോ? അതെന്താ എങ്ങനെ ചോദിക്കാൻ? തോമയുടെ കേസോട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഇതിന്. ഈ ദിവാകരൻ കവലയിലേക്ക് പോയി. ആരാ? ദിവാകരൻ സാറിന്റെ സ്റ്റുഡന്റാ ഞാൻ. ഒരു ബുക്ക് എടുക്കാൻ വന്നതാ. നമ്മൾ എന്തേ നോക്കുന്നേ? എനിക്കറിയില്ല. എനിക്ക് അവരോട് നേരിട്ട് സംസാരിക്കാനായിരുന്നു. താനല്ലേ അകത്തോട്ട് അടിച്ച് കയറിയത്. ഇയാൾ ശരിക്കും പോലീസ് തന്നെയാണോ? ആളുണ്ടെങ്കിൽ ഈ പഠിക്കകത്ത് കയറ്റും തോന്നുന്നുണ്ടോ? ആരടി നീ ആ മേരിയുടെ മോളല്ലേ? ആരോട് ചോദിച്ചിട്ടടി ആ തീയറി? എന്റെ അമ്മയോട്. നിന്റെ അമ്മയോടോ? പോലീസുകാർ
കാലായി എല്ലാരും ചേർന്ന് എന്നെ ഉപദ്രവിക്കണേ. എന്തെങ്കിലും കാര്യം വെച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് വരില്ലേ? അല്ല വീട്ടിൽ വന്ന് തോന്നിയ ദിവസം കാണിക്കണം. കാണിച്ചാ നീ എന്ത് ചെയ്യടാ? വാ. ഏ ഇത് തന്നെ മുഴുവനും. അതെ, ഒരു ദിവസം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തിന്? അവൻ്റെ വീട്ടിൽ ട്യൂഷന് വരുന്ന പിള്ളേരാ. അവരുടെ കുളിമുറിയിലാണ് അവൻ ക്യാമറ വെച്ചിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ അവനകത്ത് പോകും. നമ്മുടെ കാര്യം കൂടെ നടക്കണ്ടേ? അതുകൊണ്ടാണ്. പ്ലീസ്. അമ്മേ, എനിക്ക് ഇമെയിൽ ഉണ്ടായിരുന്നു. ഓഗസ്റ്റിലെങ്കിലും എത്തണം. എത്രണ്ടെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് തരാനുള്ളത് തന്നാൽ ഞാൻ എൻ്റെ പാട്ടിന് വെക്കോളാം. നിനക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല. നിനക്ക് പഠിക്കണമെങ്കിൽ നീ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. അല്ലാതെ എൻ്റെ മോൻ്റെ മരണ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കണ്ട. എന്നാൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. കുടുംബക്കാർക്കെതിരെ കേസ് കൊടുക്കാൻ അമ്മയ്ക്ക് ഉളുപ്പുണ്ടാവില്ല, എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്ര കാലം ഞാൻ മിണ്ടാതിരുന്നേ. നമ്മളെ അടുത്ത് നിന്ന് ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി കാണും. നമ്മളല്ലല്ലോ, ഞാനല്ലേ. ആരാണെങ്കിലും. ഉറങ്ങി ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കിടന്നിട്ടേ ഉറങ്ങും. എല്ലാവരും എഴുന്നേക്കുന്നതിന് മുന്നേ എഴുന്നേക്കും. പ്രായം കൂടുന്തോറും വാശി കുറയുന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നേരെ മറിച്ച. ഇതൊക്കെയാ അന്നത്തെ ഫോട്ടോ. അന്ന് എക്സിബിഷൻ വലിയ വിജയമായിരുന്നു. MLA ഒക്കെ വന്നിരുന്നു. അന്ന് ഇന്നത്തെ പോലെ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഒന്നും ഇല്ലല്ലോ. ഈ നാട്ടിലെ ആദ്യത്തെ കാനോൺ ക്യാമറ എൻ്റെ കയ്യിലായിരുന്നു. അത് ശരി. ആ, ഇതെല്ലാം ഒന്ന് കമ്പ്യൂട്ടറിൽ കയറ്റുന്നത് കുറേ കാലം ആലോചിക്കുന്നത്. പക്ഷെ സമയം കിട്ടണ്ടേ? മേനി വക്കീലിനെ സമ്മതിക്കണം. നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ പിറകെ പോകുന്നതിന് പകരം വേറൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കല്ലേ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ചിന്തിക്കൂ, അല്ലേ? എനിക്കിതിൻ്റെയൊക്കെ ഒരു കോപ്പി കിട്ടുമോ? ഓ, തരാലോ. അല്ല വേണ്ട, ഈ ആൽബം കൊണ്ടുക്കോളൂ. വേറെ ഏതൊക്കെയാ ഫോട്ടോ വേണ്ടെന്ന് വെച്ചാൽ എടുത്തിട്ട് ബാക്കി തിരിച്ചു തന്നാൽ മതി. എനിക്ക് അവസാന ദിവസത്തെ ഫോട്ടോസ് മാത്രം മതി. എന്നാ ഇതെടുത്തോളൂ. ഇതോ? ആ. ചേട്ടാ. ഓ,
ഇതാ ദിവാകരനല്ലേ ട്യൂഷൻ മാഷ്? അതെ, ഇത് എപ്പോൾ എടുത്ത പടമെന്നറിയോ? ഇതൊക്കെ ടെന്റ് പൊളിക്കുന്ന സമയത്ത് എടുത്തതാ. ഏതാണ്ട് ഒരു ഉച്ച സമയത്ത്. സമയം ഒരു 12:30-1 മണീൻ്റെ ഉള്ളിലാണെന്ന് കാര്യം ഉറപ്പാ. ഉറപ്പാണോ? അതെ അതെ അതെ. അയാളല്ല, അയാൾ ആ സമയത്ത് സർക്കസിൻ്റെ അടുത്തായിരുന്നു. അപ്പം ഇങ്ങോട്ടോ ഈ പരിസരത്തോട്ടോ വന്നിട്ടില്ല. തോമയെടുത്ത അയാളല്ല. ഇപ്പൊ തന്നെ മേരി വക്കീലിനെ വിളിച്ച് പറ ആ പെൻഡ്രൈവ് കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ. അതൊക്കെ ഇന്ന് രാവിലെ തന്നെ ചെയ്തു. ഇയാൾ പറഞ്ഞോണ്ട് വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ചോ? അച്ഛന് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലേ ഡ്രൈവർ പണിക്ക്? ആരും വന്നില്ല. എന്നാ വണ്ടി ഇവിടെ ഇട്ടിട്ട് വല്ല ഓട്ടോയും പിടിച്ച് പൊക്കൂടായിരുന്നോ? നീ ഇപ്പോൾ കോളേജിൽ എത്രാമത്തെ കൊല്ല? അതോ നീ ജോലിക്ക് പോവാണോ? നിങ്ങൾ എന്തിനാ എന്നെ ദത്തെടുത്ത്? എന്നാ പിന്നെ നിങ്ങൾ എന്താ എന്നോട് പറയാത്തത്? ഇത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച് തീർത്ത വിഷയമല്ലേ? പക്ഷെ എനിക്കത് തീർന്നിട്ടില്ല. എത്ര അവസരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരോട് പറയാൻ? അറിയണമെന്ന് എനിക്ക് തോന്നിയില്ല. തോന്നിയില്ലേ? ഞാൻ അറിയേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അമ്മ പറയുന്നു ഒരുപാട് തവണ എന്നോട് പറയാൻ ഒരുങ്ങിയാന്ന്. അപ്പോഴേക്കും അച്ഛനെ പേടിച്ചിട്ടാ പറയാത്തത്. ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല. പിന്നെ അവക്ക് അങ്ങനെ തോന്നിയത് എൻ്റെ പ്രശ്നമല്ല. ഞാനതല്ലല്ലോ സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തത്? ഞാനാണ് നിന്റെ അച്ഛൻ, അവളാണ് നിന്റെ അമ്മ. അതാണ് എൻ്റെ സത്യം. അങ്ങനെ എൻ്റെ സത്യം എന്നൊന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് എൻ്റെ സത്യം. രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എനിക്ക് ഉറങ്ങാനൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഉറങ്ങിയിട്ട് കെട്ടിറങ്ങുമ്പോൾ തന്നെത്താൻ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി. ചേട്ടായി, നാളെ തൊട്ട് ഞാൻ കാണത്തില്ല കേട്ടോ. അതെന്താ വണ്ടി കംപ്ലൈന്റ് ആണോ? അതൊന്നുമല്ല, അതിപ്പോ ശരിയാവും. നാളെ തൊട്ട് അനിയച്ചാര് വരും. എനിക്കൊരു ജോലി കിട്ടി. ആ അതെ. നീ നേരത്തെ പറഞ്ഞ മറ്റേ ആപ്പ് വഴിയാണോ? എൻട്രിയുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ടീം വഴിയാ കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ടും പുറത്തോട്ട് ജോലി നോക്കുന്നുണ്ട്. നല്ലതാ ചേട്ടായി. സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ മോക്ക് വെബ്സൈറ്റ് വഴി ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും മെന്റർ സപ്പോർട്ടും ഉണ്ട്. ലൈവ് ക്ലാസ്സും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട്. ഏത് കോഴ്സ് പഠിച്ചാലും ഒരു പ്രശ്നവും entryelevate.com അതിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ചേട്ടായി, പിന്നെ എത്ര നാളുണ്ടാവും? അറിയില്ലടാ. വന്ന പണി ഉടനെ തീരുവോ? തീർക്കണം. സാൻ ചേട്ടാ, കേറി വാ കേറി വാ. ഞാൻ ആൽബം ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നോക്കി കഴിഞ്ഞോ? കുറെയൊക്കെ നോക്കി. മുഴുവൻ നോക്കിയിട്ട് തന്നാ മതിയായിരുന്നല്ലോ. സാൻ ചേട്ടാ, ഈ ഫോട്ടോ കാണുന്ന ആരാന്നറിയോ? എനിക്കറിയില്ല. ശരി, ഈ ഫോട്ടോയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം വരച്ചേരാ? അത് പണ്ട് മുസ്തഫ ചെയ്തതാവും. അവൻ ഇതുപോലെ കുറേ ദിവസം ആൽബം നോക്കി നിന്നിരുന്നു. മുസ്തഫ ആരാ? പുള്ളി എൻ്റെ ഒരു സുഹൃത്താ. ഒരു സായാഹ്ന പത്രം നടത്തിയിരുന്നു, ഈ ഇടുക്കി ടൈംസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മുതലാളിയും റിപ്പോർട്ടറും ഒക്കെ പുള്ളി തന്നെയായിരുന്നു. ഈ പത്രം ഇപ്പോഴും ഉണ്ടോ? അതൊരു മഞ്ഞപത്രമായിരുന്നു, പൂട്ടിപ്പോയി. ഇത് എപ്പോഴായിരുന്നു? കുറേ മുമ്പാ.
ഈ മുസ്തഫയുടെ വീട് ഇപ്പോൾ എവിടാ? വീട് ആനി അച്ഛനല്ലേ? ഒരു കല്യാണത്തിന് പോയി. മേരി വക്കീലോ? കൂടെ പോയി. എപ്പോൾ വരും? രാത്രിയാവും. എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? ഏ ഇനി എത്ര ദൂരം കൂടെ പോകണ്ട? ഇനി ഒരു 40 കിലോമീറ്റർ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, തോമ തിരിച്ചു വന്ന അമ്മ എന്നാ ചെയ്യും. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടിയാണ്. തോമ പോയതിന് ശേഷമാണോ മേരി വക്കീൽ ഇങ്ങനെ ആയത്? തോമ പോയതൊരു ട്രിഗറായെന്നേ ഉള്ളൂ. സ്വഭാവം ഏറെക്കുറെ ഇതേപോലെ തന്നെ. ബുൾഡോസറും അല്ല, എല്ലാം ഇടിച്ചു ചേർത്തി മുന്നോട്ട് പോകും. അതാണ് ലൈൻ. ഞാൻ കുറച്ചു കാലം അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു താമസം. ആ ഞാനിവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു. ബന്ധുക്കളെന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ഇവരെ വലിയ സ്വത്തുവർക്കൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് പണ്ട്. ഓ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെയായിരുന്നു. വസ്തുവും മുന്തിരിത്തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. കാവശ്ശേരിയിലെ മേരി റോയ്. ഇതൊക്കെ തോമ പോകുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ ഓർക്കണം. എന്നിട്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടില്ലേ, അത് അമ്മയുടെ അപ്പച്ചൻ്റെ തറവാട് വീടാണ്. ഓ പുള്ളിയോട് കേസ് എടുത്തിട്ട് അമ്മയ്ക്ക് അത് കിട്ടുന്നത്. ഞങ്ങൾ ആ വീട്ടിലൊരിക്കലും സമാധാനത്തോടെ ഉറങ്ങിയില്ലെന്ന് ശപിച്ചോണ്ടാണ് പുള്ളി ഞങ്ങൾക്കത് തരുന്നത്. അങ്ങോട്ട് താമസം മാറി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് തോമ പോകുന്നത്. ഇയാളെന്തിനാ ഇതൊക്കെ നോക്കുന്നേ? ഇതെന്താ വക്കീൽ നോട്ടീസൊക്കെ? നമ്മളെല്ലാവരും അവസാനം നമ്മുടെ അപ്പനമ്മമാരെ പോലെ തീരും. അതിനെ അവരെത്ര വെറുത്താലും. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പോയേ തീരും. തോമ തിരിച്ചു വരുന്ന രവി വിശ്വസിക്കുന്നുണ്ടോ? ഞാനെന്ത് വിശ്വസിക്കുന്നതിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ. ഇതുവരെ കണ്ടുപിടിച്ചതോ ആരോടും പറയാതെ ഉള്ളിൽ വെച്ചതൊക്കെ കൂട്ടി വായിച്ചാ തിരിച്ചു വരുമെന്നാ ചോദിച്ചേ. നടന്നുണ്ടാക്കിയ ആരോഗ്യമൊക്കെ വലിച്ചൊക്കെ നശിപ്പിക്കുകയാണോ? ഞാൻ ആരോഗ്യം ഉണ്ടാക്കണം നടക്കുന്ന ആര് പറഞ്ഞു? എനിക്കൊരു പുക തരുമോ? രവിയുടെ അമ്മയൊക്കെ? അമ്മ ഒരു 10 വർഷം മുന്നേ മരിച്ചു. ക്യാൻസർ ആയിരുന്നു. അപ്പൊ വീട്ടിലാരാ? ഒറ്റയ്ക്കാ. രവിയുടെ അച്ഛനൊക്കെ ആയിട്ട് അടുപ്പത്തിലല്ലെന്ന് പറഞ്ഞില്ലെന്ന്? ആ എന്നാ കാര്യം? ഡിവോഴ്സ് കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ ആയിരുന്നു. ഡിവോഴ്സിന് എന്തായിരുന്നു കാരണം? അമ്മ ചോദിച്ചു, അച്ഛൻ ഒപ്പിട്ട് കൊടുത്തു. അതെന്നെ അമ്മയുടെ കൂടെ പോകാൻ തീരുമാനിച്ചേ? തീരുമാനം എടുത്തൊന്നും ഞാനല്ല. അതെന്താ പെട്ടെന്ന് എൻ്റെ കാര്യത്തിൽ താല്പര്യം? ഓ ജേക്കബ് സാർ പറഞ്ഞു കാണും അല്ലേ? ആ ഞങ്ങളിങ്ങനെ സംസാരിക്കാനായിട്ട് എന്തോ പറഞ്ഞപ്പോ. എന്താ സിമ്പതിയാണോ? സിമ്പതിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? തന്നെ ദത്തെടുത്ത് തിരിഞ്ഞു നോക്കിയില്ല, എന്നെ ഉണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അത്ര വ്യത്യാസമേ ഉള്ളൂ. ചേട്ടാ ചേട്ടാ അപ്പം നിങ്ങൾക്കറിയേണ്ടത് ഞാൻ എന്തിനാണ് ഈ ചെറുക്കനെ അന്വേഷിച്ച് കാവശ്ശേരി പോയതെന്നാണ് അല്ലേ? മേരി വക്കീൽ പറഞ്ഞോട്ടാ. മേരി വക്കീൽ എന്ത് പറഞ്ഞു? ഏതാണ്ട് 12 വർഷം മുമ്പാ ഞാൻ ഈ മേരി വക്കീലിനെ കാണുന്നത്. അന്നൊരു കേസുമായി ബന്ധപ്പെട്ട് അവർ ഡിസ്ട്രിക്ട് കോർട്ടിലുണ്ടായിരുന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെ സംസാരിച്ചുണ്ടായൊരു ബന്ധമാണ്. ആ സമയത്ത് ടൈംസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അന്വേഷണ പരമ്പരകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ടാവണം അവരൊരിക്കൽ എന്നോട് പറഞ്ഞു അവരുടെ മോൻ്റെ കേസിനെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന്. അങ്ങനെ കുറച്ചു കാലം ഞാനും ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അല്ല, ഈ പയ്യനിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? അത് ഈ പോലീസ് പറയുന്ന പോലെ മുങ്ങിപ്പോയതല്ല, സർക്കസുകാരുമില്ല. പിന്നെ ആ നാട്ടിൽ തന്നെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാണും. ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് 1 വർഷം മുന്നേയും പിന്നെയുമായിട്ട് അവിടെ നിന്ന് നാട് വിട്ട് പോയതിനെ പറ്റി ഞാനൊന്ന് തപ്പി. അത് ഇവൻ മാത്രമായിരിക്കില്ലല്ലോ. ആയിരിക്കില്ല. പക്ഷെ കേട്ടെടുത്തോളം ഈ ചെറുക്കൻ ഇച്ചിരി വശപ്പശ പാർട്ടിയാ. ഏതോ കണക്ക് മാഷിൻ്റെ അനിയനോ അങ്ങനെ ഏതാണ്ടും പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഈ കുടുംബമായിട്ട് അവന് ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധം? ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവിന് ഒരു ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഇവന് ഇവിടെ സഹായിയായിട്ട് വന്നതാ. അതുകൊണ്ട് തന്നെ അവന് ഈ വീടും സ്ഥലമൊക്കെ നല്ലോണം അറിയാം. എന്നിട്ട് ഇവനെ കണ്ടു കിട്ടിയായിരുന്നു? ഏതോ തല്ല് കസിപ്പെട്ട് നാട് വിട്ടു പോയി. പിന്നെ ഇവനെ പറ്റി ആർക്കും ഒരു വിവരമില്ല. ഈ കാര്യങ്ങളൊക്കെ മേരി വക്കീലിനോട് പറഞ്ഞായിരുന്നു? അവരോട് പറഞ്ഞില്ല, അവരുടെ ഭർത്താവ് തന്നെയാ ഈ തല്ല് കേസിൻ്റെ കാര്യമൊക്കെ നമ്മളോട് പറയുന്നത്. പിന്നെ എനിക്കൊരു കോറി മുതലാളിയായിട്ട് തർക്കമായി, പിന്നെ അത് കേസായി, പിന്നെ അവരെ പത്രം പൊട്ടിച്ച്. അതോടെ എല്ലാത്തോടെ ഒരു മടുപ്പായി. ആ രവി, ഞാൻ അന്വേഷിച്ചായിരുന്നല്ലോ. ഈ പറഞ്ഞ പയ്യൻ ദിവാകരൻ്റെ ഒരു അനിയനാണ്. സ്വന്തം അനിയനോ? സ്വന്തം അല്ല, വകയല്ലേ, അമ്മയുടെ അനിയത്തിയുടെ മകൻ. പക്ഷെ ദിവാകരൻ്റെ വീട്ടിലാണ് വളർന്നതല്ല. ഈ സ്റ്റേഷനിലുള്ള പോലീസുകാരോട് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഇവന് ഓർമ്മയില്ല. പിന്നെ എൻ്റെ ചെറുപ്പത്തിലേ ഇവൻ നാട് വിട്ടതാ. അല്ല, അപ്പോൾ അടിപിടി കേസ്? അടിപിടി കേസിനെ കുറിച്ച് ഇവിടെ ആർക്കും അത്ര അറിയത്തില്ല, റെക്കോർഡ്സും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് സംസാരിച്ചായിരുന്നു. അച്ഛനെന്തോ ചെറിയൊരു ഓർമ്മ. ദിവാകരൻ്റെ പോലെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ഇവനും. അധികം ആരോടും മിണ്ടാറില്ല, കണ്ണി നോക്കാതെയുള്ള സംസാരം, ആകെ മൊത്തം ഒരു വളലക്ഷണം. ഇല്ല, ഇവനെ എപ്പോൾ തൊട്ടാ കാണാതായ? അതാ, ഈ എപ്പോൾ തൊട്ടാ കാണാതായി എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അത്ര നിശ്ചയമില്ല. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഇവനെ ഒരു ശ്രദ്ധിക്കുമ്പോഴാണ് ഇവൻ നാട്ടിലില്ലെന്ന് മനസ്സിലാവുന്നത്. ദിവാകരൻ എന്തേ? ട്യൂഷൻ മാഷാകത്തുണ്ട്, SID നാട് പിടിച്ചിട്ടുണ്ട്. അങ്ങേര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. അവൻ്റെ ഇനിയും കാണാതിരിക്കത്തില്ല. നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ കുറച്ച് അധികം കാലത്തേക്ക് കൂട്ടാനുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വയസ്സാം കാലത്താണ് അവൻ്റെയൊക്കെ ഒരു കടി അടുത്തി പണി. ഈ ചിരിച്ചോണ്ടിരിക്കുന്നതല്ല ഞാൻ കേട്ട കഥകളിൽ. ഇവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ PT സാറിനെ അടിച്ചതിനെ പിടിച്ച് പുറത്താക്കിയവന്. എന്താണെങ്കിലും ഞാൻ ഒന്നുകൂടെ തന്നെ അന്വേഷിക്കട്ടെ. ഇവൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള പോലീസുകാരായാലും കിട്ടുമോ നോക്കട്ടെ. ശരിയെന്നാ, കാണാം. ഓക്കെ. ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ല. ആ ദേവി ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ തൊടുപുഴ വരെ ഒന്ന് പോയി, ഒരു പഴയ സുഹൃത്തിൻ്റെ മോളുടെ കല്യാണം. ഇതാ ആനി, ഈ ദിവാകരനൊരു അനിയനുള്ളതായി സാർ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലേ, എന്തു പറ്റി? സാർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സേതുമാധവ് എന്നാ പേര്. മനസ്സിലായി, ഓർമ്മയുണ്ട്, ചെറിയൊരു ഓർമ്മയുണ്ട്. ഇയാൾ എങ്ങോട്ട് പോയെന്നോ ഇപ്പൊ എവിടാണെന്നോ എന്തെങ്കിലും സാറിന് അറിയോ? അറിഞ്ഞൂടാ. കുറെ നാളായി കണ്ടിട്ട്. കുറെ നാളല്ല, വർഷങ്ങളായി. അപ്പൊ കഴിക്കാറേ? ആ വാരവി, കഴിച്ചിട്ട് പോ. ഇല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആ ഒരു ദിവസം ഇവിടുന്ന് കഴിക്കാം. ഞാൻ കുറച്ച് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വാന്നേ. രവിക്ക് എന്തെങ്കിലും കലാവാസനയുണ്ടോ? ഏയ്, വല്ല പാട്ടോ ഡാൻസോ അങ്ങനെ ചിത്രം വര? ഇല്ല. ആനി നന്നായി പാടും. പപ്പാ നിർത്തിക്കോ. ആ
ഞാൻ വിശേഷങ്ങൾ ചോദിക്കില്ലേ? ആ നിന്നോട് പാടാൻ ഞാൻ പറഞ്ഞോ? ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. പിന്നെ മേരിയും പാടും കൊയറിലൊക്കെ പള്ളിയിൽ. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു ഇനി പാടുകയാണെങ്കിൽ പള്ളിയിൽ വരണ്ടാന്ന്. അതോടുകൂടി ഞങ്ങളുടെ ദൈവവിശ്വാസവും നിന്നു. രവി കഴിക്കോ? ഇല്ല. സിഗരറ്റ് വലിയുണ്ട്. ആ എനിക്കറിയാം, മറിഞ്ഞൊന്ന് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവളും നല്ല സ്കോച്ച് കിട്ടിയ വല്ലപ്പോഴും രണ്ടെണ്ണം കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഓരോ വീറും. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഞങ്ങൾക്കിവിടെ മുന്തിരിത്തോട്ടവും വയനുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വിറ്റു വലിച്ചു. രവിയുടെ അച്ഛൻ മദ്യപിക്കുമായിരുന്നോ? മേരി നല്ലോണം. അങ്ങനെ മരിച്ച് ലിവർ സിറോസിസ് ആയിരുന്നു. അവസാന കാലങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കിയിരുന്നു. പക്ഷെ തിരിച്ചു വന്നാൽ പിന്നെയും തുടങ്ങും. അതാ ഞാൻ കുടിക്കാത്തത്. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ പോലീസുകാരുമായിട്ടും വക്കീലന്മാരായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ വളരെ അടുത്തിടപഴകുന്ന ഒരാളാണ്. ഒരാൾക്ക് പോലും രവിയുടെ അച്ഛനെ കുറിച്ച് മോശം അഭിപ്രായമില്ല. ഒരാൾക്ക് പോലും. എല്ലാവരും പറയുന്നത് രവിയുടെ അച്ഛൻ നല്ല ഓഫീസറാണ്, നല്ല മനുഷ്യനാന്നൊക്കെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അയാളോട് ഇത്ര ദേഷ്യം. എന്നോട് മാത്രം എന്തിനെങ്ങനെ ചെയ്തത്? രവിയെ കത്തുകളൊക്കെ വായിച്ചായിരുന്നോ? ഇല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ എല്ലാം ദേഷ്യപ്പെട്ടും ശപിച്ചു എഴുതിയൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് കത്തുകളിൽ ഞാൻ ദേഷ്യപ്പെട്ട് എന്നെ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കത്തുകളിൽ താണ് കേണ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെളിവോ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. ഒരിക്കൽ പോലും മറുപടി ഒന്നില്ല. താങ്ക് യു ഇവിടെ വന്നതിന്. കിടന്നായിരുന്നോ? ഇല്ല. എന്തേ? അല്ല, നീ എന്തോ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വട്ടുമേരി നിന്നെ കേസ് വെപ്പിച്ചോ? താനെന്താ പറയാമെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ. അതെ, നീ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെക്കനുണ്ടല്ലോ, ആ ചെക്കനെ കുറിച്ചൊരു കാര്യം എനിക്കറിയാം. എന്ത് കാര്യം? 10,000 രൂപയാണ് ഞാൻ അതിനിട്ടിരിക്കുന്ന വില. നീ തരണമെന്നില്ല, വട്ടുമേരിയുടെ അടുത്ത് മേടിച്ചു തന്നാലും മതി. അതും നിനക്ക് ഉപയോഗമുള്ള കാര്യമാണെങ്കിൽ തന്നാൽ മതി. ഇത് കൂടുതലുണ്ടല്ലോ. വെച്ചോ. എനിക്ക് 10 മതി. ഇത് കൊണ്ട കൊടുത്ത് ബാക്കി എന്താണെന്ന് വെച്ചാൽ കയ്യോടെ നാളെ ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരും. താൻ കാര്യം പറ. കാര്യം, നീ അന്വേഷിച്ച് നടക്കുന്ന ചെറുക്കനില്ലേ, അവൻ 98 ഒരടിപിടി കേസിൽ പെട്ടു. എന്ന് വെച്ചാല് മേരിയുടെ ചെക്കനെ കാണാണ്ടായിട്ട് ഒരു 7-8 മാസം കഴിഞ്ഞിട്ട് ഗൂഡല്ലൂര് വെച്ച് ഒരു തമിഴൻ ചെക്കൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ഓടി ഇങ്ങോട്ട് പോന്നു. അവന്മാര് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞു. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാനാണുള്ളത്. കേസെടുക്കുന്നതിന്റെ വക്കത്തെത്തിയപ്പോ 2 പേര് വന്ന് ഒരു വിധത്തിൽ അത് പറഞ്ഞു ഒത്തുതീർപ്പാക്കി. നല്ല കാശും കൊടുത്തു ആ കണ്ണുപൊട്ടി ചെക്കന്. നമ്മുടെ മേരിയുടെ ഭർത്താവ് ജേക്കബില്ലേ, ജേക്കബും നിന്റെ അച്ഛനും കൂടിയാണ് അന്ന് മധ്യസ്ഥത പറഞ്ഞത്.
നിന്റെ അച്ഛനാണ് കാശ് കൊടുത്തത്. അതിൽ പിന്നെ ആ ചെക്കനെ ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല. പപ്പ മേരി എണീക്കുമ്പോ അമ്മയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. രവി പറഞ്ഞു പപ്പയും കൂടെ വന്നാൽ നന്നായിരിക്കുന്നു. ദിവാകരൻ ചേട്ടൻ ഇന്നോ നാളെ തിരിച്ചെത്തും. അമ്മാമ്മ വിഷമിക്കല്ലേ? അമ്മാമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാനമായിട്ട് സേതുമാധവനെ കണ്ടത് എപ്പോഴാ? സേതുമാധവൻ എങ്ങോട്ടാ പോയേ? അമ്മാമ്മേ, അമ്മാമ്മേ. അവരൊന്നും മിണ്ടുന്നില്ല. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, പക്ഷെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആരുടെ? ഗൂഡല്ലൂർ ഒരു കടയുടെ ലാൻഡ് ലൈൻ നമ്പറാണ്. പക്ഷെ 10 വർഷമായിട്ട് ആരും യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോയി നോക്കാന്നാ വിചാരിക്കുന്നത്. ഗൂഡല്ലൂരിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഒരു 1.5 മണിക്കൂർ. പോവാം. പപ്പ വരുന്നില്ലേ? ഇല്ല. പപ്പക്കല്ലേ തമിഴൊക്കെ അറിയാവുന്നേ? നിങ്ങൾ പോയിട്ട് വാ. തമ്പി, இந்த நம்பர் ഈ കടയിലാണോ? இது எங்கள் நம்பர் தான். ஆனால் இது இப்போ ரன்னிங்கில் இல்லை, நிப்பாட்டிட்டோம் நாங்கள்.
இந்த ஆளை தெரியுமா? இவர் தெரியல. இவர் ஒரு மலையாளி தான். இவர் இங்கே முன்னாடி இருந்த எஸ்டிடி பூத்தில் அடிக்கடி கால் பண்ண வந்திருக்காரு. இங்கே பாதி பேர் கேரளாக்காரங்க தான் இருந்தாங்க. எஸ்டிடி பூத்துலாம் முன்னாடியே நிப்பாட்டியாச்சு. ஞாபகம் இல்லைங்க. சரி, ஒரு கண்ணுக்கு அடிப்பட்டவர் யாராவது இங்கே? கண்ணுக்கு அடிபட்டு ஒத்த கண்ணு அவர் ஒரு மாட்டுக்காரர் இருந்தார். எப்பயாவது ஒரு வாட்டி டீ சாப்பிட்டு இங்கே வருவார். நீங்கள் ஒன்று பண்ணுங்கள், பக்கத்தில் மார்க்கெட் இருக்குது, அங்கே போய் தேடி பாருங்க. ஓகே. அங்கே இல்லைன்னா பக்கத்தில் டவுன்ஸ் இருக்குது, சொர்லிப்பட்டி, ஆனப்பட்டி, உத்தமபாளையம். நீங்கள் அங்கே விசாரித்து பார்த்தீங்கன்னா ஏதாவது கிடைக்கும். ஓகே. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഏതാണ്ട് 12,000 പേരുള്ള ടൗണാണ്. പക്ഷെ അന്വേഷിച്ചാൽ കിട്ടും. എന്തു പറഞ്ഞ് അന്വേഷിക്കും? ഒറ്റക്കണ്ണുള്ള ഒരാളുണ്ടോ നിങ്ങൾ ചോദിച്ചു നടക്കുമോ? ആ, ചോദിച്ചു നടക്കണം. അയാളിപ്പോ ജീവിച്ചിരിപ്പില്ലെങ്കിലോ, അല്ലെങ്കിൽ അയാൾ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിലോ, ഇനി അതുമല്ല അയാളുടെ കണ്ണ് ശരിയാക്കിയിട്ടുണ്ടെങ്കിലോ? അതെ, എനിക്കിങ്ങനെ വേല തെരഞ്ഞേരി കിടക്കാൻ കൊതിയായിട്ടല്ല, തൻ്റെ അനിയനെ കണ്ടുപിടിക്കാനാണ്. ഞാൻ 2 ദിവസമായിട്ടല്ലേ നോക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് നോക്കുക. കണ്ടുപിടിക്കണം തന്നെ എനിക്കും. എന്ന് വെച്ച് എത്ര കാലം ഇങ്ങനെ നോക്കും? എത്ര കാലം ഇതിന്റെ പിറകെ ഇങ്ങനെ നടക്കും? പപ്പ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു ബുദ്ധിമുട്ടായിട്ടില്ല. ഇതിന്റെ അവസാനം എനിക്കൊരു ആവശ്യം വന്നപ്പോ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. 3 വർഷം നിങ്ങൾ നടത്തിയ മോൻ എങ്ങനെ പപ്പ 32 വർഷം നിങ്ങളോട് ചോദിച്ച മോളെ കളയൽതാന്നേ? ആനിയൊന്ന് വണ്ടി നിർത്തി. ആനിയൊന്ന് വണ്ടി നിർത്ത്. மாட்டுப்பால் வேணுமா? உன் கண்ணுக்கு என்னாச்சு? அது ஒரு ஆக்சிடென்ட். மாட்டுப்பால் வேணுமா? ஆக்சிடென்டா இல்லை யாராவது அடிச்சதா? இவர் தானே அடிச்ச? ഇവർ തന്നെ. നിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവൻ കാവശ്ശേരി വിട്ടത്. நீ போலீஸா? ആണെങ്കിൽ இருந்துட்டு போ, எனக்கு அதெல்லாம் கவலை இல்லை. இது யாருன்னு தெரியுமா? സേതു മാധവൻ. சேது மாதவன் முதலாளி. பொம்பளை போலீஸா? குடும்பமா சுற்றுலா போல. നീ കാര്യം പറ. நாங்கள் திரும்பி வரப்போ அவன் தோத்துலேருந்து வெளியே வந்தான்.
ஒரு மார்க்கமாக இருந்தான். அவனை இதுக்கு முன்னாடி அங்கே நாங்கள் பார்த்ததே இல்லை. அவனை நிப்பாட்டி என்ன நடந்துன்னு தான் கேட்டேன். அவனுக்கு அரை அறிவு இருக்குன்னு எனக்கு அப்போ தெரில. கையில் வச்சு இந்த கோடாரி வச்சு அஸ்ட்டு ஓட்டான். தொத்தினே போனோம் கவுசேரி வரைக்கும். அப்புறம் தான் தெரிஞ்சுது அவன் போலீஸோட ஆளுன்னு. கேஸை செட்டில் பண்ணிட்டோம். உன் கண்ணுக்கு எவ்வளோ கொடுத்தா? 50,000 பேசணும், 25க்கு முடிச்சிட்டோம். அவன் கூட ஒரு போலீஸ்காரன் இருந்தான். அந்த போலீஸ்காரன் தான் அவனுக்காக வக்காலத்து வாங்கிட்டு இருந்தான். அந்த போலீஸ்காரன ஞாபகம் இருக்கா? இல்லை. சரி, இந்த சேது மாத்திரம் இப்போ அவன் அந்த தோட்டத்தை வாங்கிட்டான். ஒரு பொண்டாட்டி ஒரு புள்ள இங்கே தான் வாழ்கிறான். இப்போ இந்த தோட்டம் எங்கே இருக்கு? இங்கேருந்து ஒரு 10 கிலோமீட்டர். சரி, நீ கூட வரியா? தரமான ஆட்டுப்பால் இருக்கு, வேணுமா? സേതുമാധവനല്ലേ? ആ അതെ. 16-ാം വയസ്സിൽ നാട് വിട്ടുപോയ സേതുമാധവൻ എങ്ങനെയാ സേതുമാധവൻ മുതലാളിയായത്? മേരി വക്കീലിന്റെ മോൻ തോമേ, നീ എന്താടാ ചെയ്തത്? அண்ணே, நீங்கள் இப்போ முடிச்சுட்டு கிளம்புங்க. நாளை காலையில் பார்க்கலாம். പറഞ്ഞിട്ട് പോ സേതുമാധവ. നീ വാ തുറന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സേതുമാധവ, നീ അകത്തും നിന്റെ കൂടെ ഉള്ളവരകത്തും നിന്റെ ഭാര്യയും കുഞ്ഞും ഉൾപ്പെടെ.
ടോമയെ കിട്ടി. മേരി പുറത്തേക്ക് പോയപ്പോഴോ അവൻ മുകളിലേക്ക് പോയതാ. മച്ചിൽ അങ്ങനെ ഒരു അറിയുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. മേരിക്ക് ഇപ്പോഴും അതറിയില്ല. എന്തൊക്കെയോ സൂക്ഷിക്കാനായി മേരിയുടെ പാപ്പം പണി കഴിപ്പിച്ചതാ. ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവന് വേണ്ടി ഈ രാജ്യം മുഴുവൻ ഓടുമ്പോൾ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ കരഞ്ഞു കാണോ? ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചു കാണൂ? ഒരുപാടൊന്നും അനുഭവിക്കാതെ അവൻ പോയി കാണും അല്ലേ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ സേതുവിനെ വിളിച്ചത്. മറ്റൊന്നും ഞാനപ്പോൾ ആലോചിച്ചില്ല. മേരി മേരി വന്നിട്ടില്ല. അവൾക്കിപ്പത് താങ്ങാൻ പറ്റില്ല. മേരിയോടുള്ള എന്റെ സ്നേഹം കൊണ്ടാണ്. ഹലോ വേണു സാറേ, ഇവിടെ ഒരു അടിപിടി കേസ്. ഗൂഡല്ലൂർ വെച്ചൊരു തമിഴന്റെ കണ്ണടിച്ച് പൊട്ടിച്ച കേസിൽ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. ജീവിതകാലം മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഒന്നായിരുന്നില്ല, പറയണം തന്നെയായിരുന്നു. പലപ്പോഴും ഒരുങ്ങിയതോ, പക്ഷെ പറ്റിയില്ല. മേരി രക്ഷപ്പെടുത്തിയ എല്ലാ കുട്ടികളും തോമ തന്നെയാണ്.
എനിക്കുറപ്പാ. എന്നെ കൊണ്ടെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ. പോയോര് പോയി, ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ജീവിക്കിനി. എനിക്ക് ഏതാണോ ശരി അതാണ് എൻ്റെ സത്യം. മേരി പറയാറുണ്ട്, ഇന്നും അവൾ തോമയ്ക്ക് വേണ്ടി പൊരുതുമ്പോൾ ഞാൻ തോറ്റുകൊടുത്തു. ഞാൻ തോറ്റുകൊടുത്തിട്ടില്ല. ഞാനും പൊരുതുന്നുണ്ടായിരുന്നു എൻ്റെതായ രീതി. ജീവിതത്തിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, സത്യമാണ് ഏറ്റവും വലുതെന്ന്. ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് ഓരോ തവണ മേരി വക്കീലിൻ്റെ കത്ത് വരുമ്പോഴും അച്ഛൻ 1000 തവണ ചിന്തിച്ചിട്ടുണ്ടാവും സത്യം പറയാമെന്ന്. ഒരായിരം തവണ ജേക്കബ് ചിന്തിച്ചിട്ടുണ്ടാവും സത്യം പറയാമെന്ന്. പക്ഷേ ഒരായുസ് മുഴുവൻ അവരൊരു കള്ളം സൂക്ഷിച്ചു. ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് അതിനുവേണ്ടി നശിപ്പിച്ചു. ഒരുപക്ഷെ അവർ സൂക്ഷിച്ചത് ഒരു കള്ളമായിരുന്നിരിക്കില്ല, മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള ഒരു കാരണമായിരിക്കും. ലോകത്ത് 3 തരത്തിലുള്ള മനുഷ്യരുണ്ട്: കരയുന്നവർ, കരയാത്തവർ, കരയാനറിയാത്തവർ. കരയാനറിയാത്തവർക്ക് ദുഃഖം നേരിടാൻ ഒരു വഴിയേ അറിയും. അവർ പോരാടിക്കൊണ്ടേയിരിക്കും.